ഹലോ, ഇന്ന് നമുക്ക് സ്പെഷ്യൽ കായ്പോള ഉണ്ടാക്കാം. അപ്പോൾ ഇത്തവണ കായ്പോള നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുക. അത് വഴറ്റിയെടുക്കുന്ന കൂടെ തന്നെ മറ്റൊരു പാത്രത്തിൽ സേമിയയും കൂടെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ പഴം സേമിയൊക്കെ റെഡി ആയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മുട്ട, പാല്, ഏലക്കായ, കോൺഫ്ലോർ, ഷുഗർ എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലൊരു മിക്സ് റെഡിയാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴവും സേമിയയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂടെ തന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഏത് പാനിലാണോ സെറ്റാക്കി എടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു ദോശ പാനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചൂടാറിയതിനു ശേഷം നമുക്കിത് പുറത്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വേർമിസെല്ലി കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.